ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒരുപാട് അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയുടെ 9-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയും ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചും വലിയൊരു ആത്മീയ യാത്രയിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരുപാട് കൃപാവരങ്ങൾ ഈ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം വഴിയും നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും സഭയിലും വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിക്കാം. ഭവനങ്ങളിലും സന്യാസ ഭവനങ്ങളിലും ധ്യാന ശുശ്രൂഷ കേന്ദ്രങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവർ നമുക്കൊന്നു ചേർന്ന് ഈശോയെ പ്രാർത്ഥിക്കാം. യാത്രയിലും ജോലിസ്ഥലത്തിലുമായിരിക്കുന്നവർ മനസ്സോടെ ആത്മാവോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയെ ആരാധിച്ചും പരിശുദ്ധ അമ്മയുടെ നാമത്തിന് മഹത്വം നൽകിക്കൊണ്ടും നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. മിന്നിമായും മിന്നലൊളി പോലെ വിണ്ണിലങ്ങ് മിന്നിനിൽ പവളേ, സൂര്യനെ ഉടയാടയാക്കിയ കന്യകേ, ചന്ദ്രനെ പാദപീഠമാക്കിയൊരംബികേ, സൂര്യനെ ഉടയാടയാക്കിയ കന്യകേ, ചന്ദ്രനെ പാദപീഠമാക്കിയൊരംബികേ, മരിയേ അമലേ അമലോത്ഭവേ കന്യേ, സർവം ഹൃദയേ സംഗ്രഹിച്ചവളേ, മരിയേ അമലേ അമലോത്ഭവേ കന്യേ, സർവം ഹൃദയേ സംഗ്രഹിച്ചവളേ. ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ ആവേ 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 മരിയ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കൊരു സങ്കീർത്തന ഭാഗം വായിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും സാധിക്കുന്നവരൊക്കെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. 133-ാം സങ്കീർത്തനം, ഒരു ചെറിയ സങ്കീർത്തനം, 3 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം പ്രാർത്ഥന പോലെ നമുക്കുരുവിടാം. സഹോദരർ
സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായി ഇരുന്നുകൊണ്ട് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ 9-ാമത്തെ ദിവസത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് സഭാമാതാവ് ഈ വചനത്തിലൂടെ നൽകിയിരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ജപമാല രാജ്ഞിയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കേണ്ടതാണ്. നമുക്കറിയാം, 59 മുത്തുകളുള്ള ഈ ജപമാല കരങ്ങളിലെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്തിൽ വിശ്വാസ പ്രമാണം പ്രാർത്ഥന ചൊല്ലി സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിക്കുന്ന ഈ ജപമാല പ്രാർത്ഥന ഒരു വലിയ പ്രാർത്ഥനകളുടെ വലിയ സമാഹാരം തന്നെയാണ്. അപ്പം അതൊരു വലിയൊരു കൂട്ടായ്മ ആ പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. വിവിധ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു. ഇതുപോലെ സഭയുടെ ആരംഭം മുതലേ ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് രൂപം കൊടുത്ത് അവരെ വളർത്തി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വരുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് അവർ ഏക മനസ്സോടെ ജീവിക്കണം എന്നുള്ളത്. അവർ ഏക മനസ്സോടെ പ്രാർത്ഥിക്കണമെന്ന്, അവരൊരുമയോടെ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വലിയ ഇഷ്ടമായിരുന്നു. അതാണ് പറഞ്ഞത്, ഇസ്രായേൽ എന്നെല്ലാം എപ്പോഴെല്ലാം അവർ ഏക മനസ്സോടെ ദൈവത്തെ ആരാധിച്ചിരുന്നു. അവർ അവരുടെ ഇടയിൽ പാപം ചെയ്യാതെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവർ ഏക മനസ്സോടെ ജീവിച്ചു. അവരുടെ ഇടയിൽ ആരും തന്നെ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഒരു ശത്രുവിനും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരെല്ലാ യുദ്ധങ്ങളിലും വിജയിച്ചുകൊണ്ടിരുന്നു. എല്ലാ അപകടങ്ങളെയും അവർ അതിജീവിച്ചുകൊണ്ടിരുന്നു. അവരുടെ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ, അത് ഇടം വലം വ്യതിചലിക്കാതെ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. ഞാൻ നൽകുന്ന ഈ കൽപ്പനകൾ പാലിക്കുന്നവൻ അനുഗ്രഹം, ഐശ്വര്യം പ്രാപിക്കുന്നു. അത് ഏക മനസ്സോടെ ആ സമൂഹം മുഴുവൻ നിർവഹിച്ചപ്പോൾ, അത് പാലിച്ചപ്പോൾ അവരെല്ലാ യുദ്ധങ്ങളിലും വിജയിച്ചു. എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കാൻ അവർക്ക് ഇടയായി. അപ്പോൾ കർത്താവ് നൽകുന്ന ഒരു വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ അത് അവരെവിടെയായിരുന്നാലും ഏക മനസ്സോടെ ജീവിക്കണമെന്നുള്ളത്. പരിശുദ്ധ അമ്മയും നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം ഇതാണ്. അവരെന്താണ്, ഒരുമിച്ച് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി യേശുവിൻ്റെ അമ്മയായ മറിയത്തോടുകൂടെ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:14 നമ്മൾ ഈ വചനഭാഗമാണ് കാണുന്നത്. ഈശോയുടെ മരണവും അതിനുശേഷം ഉത്ഥാനവും അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ പതിവായി ജെറുസലേമിൽ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അപ്പോൾ എന്താണ്, യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഏക മനസ്സ് ഒരുക്കിയത് പുതിയ പെന്തക്കോസ്തായിക്ക് ഒരുക്കമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരവിനൊരുക്കായിട്ട് സഭയിൽ ഒരുക്കിയത് പിന്നീട് പരിശുദ്ധ അമ്മയാണ്. ദൈവസാന്നിധ്യത്തിൽ ഇസ്രായേലോട് ആവശ്യപ്പെടുന്നത്, ഇസ്രായേൽക്കാരെപ്പോഴെല്ലാം ഏക മനസ്സോടെ മുന്നോട്ട് പോയോ അവരെല്ലാ കാര്യങ്ങളിലും വിജയിച്ചു. ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതാണ്, സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അത് അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വചനം പറയുകയാണ്, അവിടെയാണ്, ഇതെവിടെയാണ്, ഈ ഏക മനസ്സുള്ളിടത്താണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ എന്താണ്, നമ്മൾ ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഇടവകകൾ, നമ്മുടെ കൂട്ടായ്മകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ധ്യാന കേന്ദ്രങ്ങൾ, സഭയുടെ വിവിധ ശുശ്രൂഷകൾ,
കാരണം ഒരു അവയവവും അല്ലെ ഒരു ശരീരവും ആ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എന്ന രീതിയിൽ ശിരസായ ക്രിസ്തുവിനോട് ചേർന്ന് ഈ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ ഒന്നിച്ച് ഏക മനസ്സോടെ ആയിരിക്കുമ്പോഴാണ് സഭ വളരുക, സഭയുടെ കൂട്ടായ്മകൾ വളരുക. എന്നാൽ നമുക്കിന്നറിയാം വലിയ ഭിന്നതയുടെ അരൂപി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുക. പരിശുദ്ധ അമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം അമ്മ പറഞ്ഞതാണ്. അമ്മ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഭിന്നതയുടെ അരൂപി ഇന്ന് സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഭിന്നതയുടെ ഒരു ദുരാത്മാവ് ഇന്ന് സഭയിലും സഭാമക്കളിലും കുടുംബങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു മേഖലയാണ്. ഇന്ന് സഭയിലുള്ള കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു, ഐക്യം നഷ്ടപ്പെട്ടു. അത് കുടുംബങ്ങളിലേക്ക്, സഭയുടെ ഗാർഹിക സഭയായ കുടുംബങ്ങളിൽ അത് ആരംഭിക്കുകയാണ്. അല്ലെങ്കിൽ മുകളിൽ മുതൽ താഴേക്ക് വരെയും താഴെ നിന്ന് മുകളിലേക്കും ഈ അനൈക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ ഏറ്റവും വലിയ വേദന ഇതാണ്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരുമിച്ച് വസിക്കേണ്ടവർ, അതായത് സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കേണ്ടതാണ്. അതൊത്തിരി വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് ഇവിടെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു, ഏക മനസ്സായി ദൈവിക നിയമം അനുസരിച്ചു. എങ്ങനെയാണ്? സജ്ജനങ്ങൾ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു. ഇതിവിടെയാണ് ഇസ്രായേൽക്കാർ വലിയ പീഡനങ്ങൾ ഈജിപ്തിൽ വെച്ച് നേരിടുമ്പോൾ അവർ മോശയുടെ നേതൃത്വത്തിൽ ഒരു പ്രവാചകനെ ദൈവം ഉയർത്തി. എന്നിട്ട് അവർ പറയുന്ന അനുസരിച്ച് പെസഹ ബലി അവർ ഏക മനസ്സായി അർപ്പിച്ചു എന്നാണ് പറഞ്ഞത്. സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി അവർ ബലി അർപ്പിച്ചു. എന്താണ്? പെസഹ കുഞ്ഞാടിനെ മുറിച്ച് ഈ രക്തം കട്ടിളപ്പടിയിൽ മേലെ അവർ തളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഏക മനസ്സായി ദൈവിക നിയമം അനുസരിച്ചു. ഏക മനസ്സായി ദൈവിക നിയമം അനുസരിച്ചു. അപ്പോൾ എവിടെയെല്ലാം ഒരു കുടുംബങ്ങളിലോ ഒരു സഭയിലോ ഒരു ഇടവകയിലോ കൂട്ടായ്മയിലോ ഒന്നു ചേർന്ന് ഏക മനസ്സായി ദൈവിക നിയമങ്ങൾ, അതായത് ദൈവ കൽപ്പനകൾ അനുസരിക്കുക, ദൈവിക നിയമങ്ങൾ പാലിക്കുക, അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യാഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു. അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു. ശത്രുക്കളെ അവർ നിശേഷം തോൽപ്പിച്ചു. അവർ വലിയ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇസ്രായേൽക്കാർക്കുണ്ടായ ആദിജാതന്മാരുടെ വധവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഒരു ശിശുവിനെ ദൈവം ഉയർത്തുന്നത് ഇസ്രായേൽക്കാരുടെ രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ രക്ഷയുടെ കാരണമായി തീർന്നതാ, അവർ ഏക മനസ്സോടെ ബലിയർപ്പിച്ചു. ദൈവത്തിൻ്റെ നിയമങ്ങൾ മോശ പ്രവാചകൻ വഴി അവരുടെ നേതാക്കന്മാർ വഴി പറഞ്ഞത് അവർ അനുസരിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്നും ദൈവിക കൽപ്പനകൾ പാലിക്കുന്നവർ ദൈവ നിയമങ്ങൾ എവിടെയെല്ലാം പാലിക്കുന്നുണ്ടോ അവിടെ വിജയമുണ്ട്. അത് നിശ്ചയമാണത്. അവർ അനുഗ്രഹം പ്രാപിക്കുന്നു, അവർ ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ പിന്തുടരുന്നു. ഇത് നമുക്കിന്ന് എവിടെയോ കൈമോശം വന്നുപോയി. നമ്മൾ വളരെ വേദനയോടെ പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിലൊക്കെ ഇരുന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് രാഷ്ട്രത്തിനെതിരായിത്തീരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാടി പറഞ്ഞല്ലേ, രാജ്യത്തിനെതിരായിത്തീരുന്നു. ഇതാ യുഗാന്ത്യത്തിൻ്റെ ലക്ഷണങ്ങളാണിതൊക്കെ. ഇന്ന് അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളാണിത്. രാജ്യത്തിനെതിരായിത്തീരുന്നു. സഭയിൽ ഭിന്നതകൾ കൂടുന്നു. ദൈവമക്കളുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നു. എല്ലായിടത്തും ഞാൻ എന്ന വ്യക്തിചിന്തകൾ കടന്നു വരിക, സ്വാർത്ഥമോഹങ്ങൾ കടന്നു വരിക. ഈ ഏക മനസ്സോടെ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു പോയ സഭ ഇന്ന് ഒരുപാട് തകർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. സഭാപിതാക്കന്മാരും വിശുദ്ധരുമൊക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ അധ്വാനിച്ച് എന്തിനു വേണ്ടിയാണ്? ഈ സഭയെയും കുടുംബങ്ങളെയും ഒക്കെ ഐക്യത്തിൽ നിലനിർത്തുക, ഒരു ഏക മനസ്സ് സൃഷ്ടിച്ചെടുക്കുക. നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ട വലിയൊരു ഗൗരവമാണ് ഈ ജപമാല കരങ്ങളിൽ എന്ത്, ഈ ജപമണികൾ ഒന്നു ചേർന്ന് ഒരു ചരടിൽ കോർക്കപ്പെട്ടതുപോലെ തന്നെ സഭാമക്കൾ കുടുംബത്തിലൊക്കെ ഒരു ഏക മനസ്സുണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഐക്യത്തിൻ്റെ കൃപയൊഴുകാനായിട്ട് പ്രാർത്ഥിക്കണം. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും അയൽവാസികളും ഇടവുകളും കുടുംബ കൂട്ടായ്മകളും ഒക്കെ തമ്മിൽ ഈ ഐക്യത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. അത് ദൈവത്തിൻ്റെ മനസ്സാണ് പ്രിയപ്പെട്ടവരെ. തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണിത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിലും നമ്മൾ ഇപ്രകാരം ഒരു വചനഭാഗം കാണുന്നുണ്ട്. വളരെ ദൈവം കൃപ ചൊരിയുന്ന ഒരു വചനം ഇങ്ങനെയാണ്. 32-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വചനം പറയാണ്, അവർക്കും എന്താണ്, അവരുടെ കാലശേഷവും അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിനുമായി ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും.
ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്തതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. നമുക്ക് സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ എന്താണ് ഒരു കുടുംബം ദൈവഭക്തിയിൽ നിലനിൽക്കാൻ? ഈശോയോടുള്ള ഭക്തി, തിരുഹൃദയ ഭക്തിയിൽ, തിരുഹൃദയ സ്നേഹത്തിൽ, ഈശോയോടുള്ള ഭക്തിയിൽ നിലനിൽക്കാൻ കർത്താവിൻ്റെ ഒരു വലിയ വരദാനമായിട്ട് ലഭിക്കണം. പ്രാർത്ഥിക്കണം ഇന്ന് കുടുംബങ്ങളിരുന്ന്. ഈ ജപമാല രാജ്ഞിയോട് ചേർന്ന് എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തി അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കേണ്ടത്, ഈ 9-ാം ദിവസത്തിൻ്റെ ഒരു നിയോഗം വെക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ ഇടവകളിലും, നമ്മുടെ രൂപതകളിലും, സന്യാസ ഭവനങ്ങളിലും, സഭയിൽ പൊതുവായിട്ടും ലോകം മുഴുവനിലും രാജ്യത്തിനെതിരായി തീരുന്നു. പല യുദ്ധങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. രാജ്യങ്ങൾ തമ്മിൽ പലയിടത്തും അസമാധാനത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകൻ തൻ്റെ ജനത്തോട് പറയുകയാണ്, അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്ന മക്കൾക്ക് എന്താണ് ഒരു ഏക എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കണം. മുന്നോട്ട് ഈ സഭ വളരണം. ഈ കൂട്ടായ്മകൾ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും തളർന്നു പോകരുത്. നാൽക്കവലകളിൽ വിശന്നു വലഞ്ഞ് അവർ അപ്പമില്ലാതെ, ആഹാരമില്ലാതെ തളർന്നു പോകരുത്. ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണ് അത്. തമ്പുരാൻ്റെ വലിയൊരു ആഗ്രഹമാണിത്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ കാലശേഷം അവർക്കും, പ്രിയപ്പെട്ടവരെ നമുക്കും, നിങ്ങൾ വ്യക്തിപരമായി ഓർത്ത് നോക്കിയേ, നമ്മൾക്കും നമ്മുടെ കാലശേഷം നമ്മുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും ദൈവത്തെ ഭയപ്പെടേണ്ടതിന് എന്താണ്? ഈ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ഏക മനസ്സോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് ഓർത്ത് നോക്കിയേ. ഒരുപക്ഷെ അപ്പൻ പറയുന്നത് ഈ പുതിയ തലമുറയിലെ മക്കൾക്ക് അത്ര സ്വീകാര്യമാകില്ല. അപ്പൻ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അമ്മ പറയുന്ന ചില ഉപദേശങ്ങൾ, സ്നേഹത്തോടെ മക്കളെ നമുക്ക് ഒരുമിച്ച് കൂടി ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നൊന്നും പ്രായോഗിക തലത്തിൽ അത്ര നല്ലതാണെന്ന് പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. പക്ഷേ ആ കുടുംബത്തിൽ ആ മാതാപിതാക്കളോടുള്ള വിധേയത്വം, അവരോടുള്ള ബഹുമാനം, സ്നേഹം, ആദരവിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ പറയുന്നത് നമുക്ക് നല്ലതല്ലെങ്കിലും ഏക മനസ്സോടെ അനുസരിക്കുമ്പോൾ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ മക്കൾ അവരിന്ന് പുതിയ തലമുറയാണ്, പുതിയ അറിവുകളുണ്ട്, അവർ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് എന്നാൽ ഈ മക്കളോടൊപ്പം ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ ഏക മനസ്സുണ്ടാകുമ്പോൾ എന്താണ്? ദൈവിക നിയമങ്ങൾ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. എന്താണ്? ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ട്. ഈ ഏക മനസ്സും ഏക മാർഗവും അവലംബിക്കുന്ന, അത് പാലിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ, സഭയുടെ മേൽ, രൂപതയുടെ മേൽ, അത് സഭാ മക്കളുടെ മേൽ കർത്താവ് ഒരു ഉടമ്പടി സ്ഥാപിക്കും. നമുക്കറിയാം ചില ശുശ്രൂഷകൾ കർത്താവ് ഈ അടുത്ത നാളുകളിൽ ഒരുക്കിയ ചില സ്ഥാപനങ്ങൾ, ശുശ്രൂഷകൾ, ദൈവരാജ്യ പ്രഘോഷണങ്ങൾ, അവരെന്താണ് അവിടെ ഒരു ഏക മനസ്സോടെ അവർ അതിനുവേണ്ടി അധ്വാനിച്ചപ്പോൾ ഒരു ശാശ്വതമായ ഉടമ്പടി കർത്താവ് ആ ജനവുമായിട്ട് വെച്ചു. ആ കൂട്ടായ്മയായിട്ട്, ആ കുടുംബങ്ങളുമായിട്ട് കർത്താവ് ക്രമീകരിച്ചു. എന്നിട്ട് പറയാണ്, അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, ഒരിക്കലും ഒരു നന്മയുടെ ഭാഗത്തുനിന്ന് ഉത്തരോത്തരമായിട്ടുള്ള വളർച്ച, സമൃദ്ധി നൽകുന്ന ഒരു ദൈവം. എന്താണ്? അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ. അപ്പോൾ ഏക മനസ്സും ഏക മാർഗവും ഈ ദൈവ കൽപ്പനകൾ പാലിക്കുന്നവരോട്, ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് കർത്താവ് വലിയ കൃപ കൊടുക്കുക. പിന്നെ ഒരിക്കലും ഈ ഭക്തിയിൽ നിന്ന് അവർ മാറിപ്പോകുന്നില്ല. ആ മക്കൾ അടുത്ത തലമുറ വരുമ്പോൾ എന്താ? അവരതിനേക്കാൾ ശക്തരായി ദേവാലയ ശുശ്രൂഷകളിൽ, സഭാത്മക പ്രവർത്തനങ്ങളിൽ ഒരു പങ്കുകാരായിത്തീരുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം. ഇതാണ് കർത്താവ് തൻ്റെ മരണശേഷം, ഉത്ഥാനശേഷം തൻ്റെ പ്രിയപ്പെട്ട അമ്മയോട് ആവശ്യപ്പെടുന്നത്. അമ്മ മാതാവ് വഴി പിന്നീട് സഭയിൽ വരുന്ന വലിയൊരു വിപ്ലവം ഇതാണ്. എന്താണ്? അന്ന് പല ചിന്തകൾ കൊണ്ട്, ഭയം കൊണ്ട് ഓടിയ ശിഷ്യന്മാർ, ചിതറിക്കപ്പെട്ടവർ, ഈശോയുടെ മരണത്തിൻ്റെ സമയത്ത്, അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയത്ത് ഒരിക്കലും അവൻ്റെയോടൊപ്പം നിൽക്കാൻ പറ്റാതെ ഓടിപ്പോയവർ, പിന്നീട് അവനെ മൃതസംസ്കാരത്തിന് ശേഷം അവനെ മരിച്ചടക്കി അത് ഞാൻ ഉത്ഥാനം ചെയ്ത് പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാമത്തെ വചനം പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് പിന്നീടാണ് നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ പോകുന്നത്. അതിനുവേണ്ടി മക്കളെ നിങ്ങൾ ഒരുങ്ങണം.
ആ സഭയുടെ മക്കളെ ഒരുമിച്ച് കൂട്ടാൻ ദൈവം പ്രത്യേകമായിട്ട് അതിനുള്ള കൃപ കൊടുക്കുന്നത്, ഒരുമിച്ച് കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്ന ആരാ? പരിശുദ്ധ ദൈവമാതാവാ. വചനം 1:14 പറയാണ്, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ, സഹോദരന്മാരുടെ കൂട്ടായ്മ, അവിടെയുള്ള സഹോദരിമാരുടെ കൂട്ടായ്മ എല്ലാം ഒരുമിച്ച് കൂടിയ പ്രാർത്ഥനയിൽ. അതാണ് അമ്മയായ മാതാവിനോടൊപ്പം, പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പം അവർ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ കാണുന്നില്ലേ, ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു. സഭ ശക്തമായിട്ട് മുന്നോട്ട് പോവുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവരെങ്ങനെയാണ്? അവർ ഏക മനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. ഹല്ലേലൂയ. ഈ അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ, പരിശുദ്ധ ദൈവമാതാവ്, അതായത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച ആ സഭയുടെ മക്കള്, ഇസ്രായേൽക്കാർ പാലിച്ചു പോകുന്നത്, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്തതൊക്കെ എന്ത് ചെയ്തു? അമ്മ അവർക്ക് വീണ്ടും അതിൻ്റെ പരിശീലനം കൊടുക്കുകയാണ്. ദൈവവചനത്തിൽ ആദ്യം മുതൽ ഈ ദൈവിക നിയമങ്ങൾ ഏക മനസ്സോടെ പാലിച്ചവരെ അമ്മ വീണ്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തിന് വേണ്ടി അവരെ ഒരുക്കിയത് എങ്ങനെയാണ്? നിങ്ങൾ ഏക മനസ്സോടെ. ഇന്ന് നമുക്കേറെ വേദനിക്കുന്നൊരു സംഭവം ഇതാണ്, ഈ ഏക മനസ്സ് നഷ്ടപ്പെട്ടു, ഈ ഐക്യം നഷ്ടപ്പെട്ടു, അനുസരണം ഇല്ലാതായിത്തീർന്നു. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കള് വിഭാഗീയ ചിന്തകളുമായിട്ട് ഇന്ന് കടന്നുകൂടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒത്തിരി വേദനയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്. ഈ ഏക മനസ്സോടെ ഈ സഹോദരന്മാർ ഒരുമിച്ച് കൂടും. അവർ സോളമൻ്റെ മണ്ഡപത്തിൽ ഏക മനസ്സോടെ ഒന്നിച്ചു കൂടുക. അത് വല്ലപ്പോഴും നല്ല പറഞ്ഞു, പതിവായിരുന്നവർ. അപ്പോൾ ഈ ആത്മീയ ശുശ്രൂഷകൾ, ഈ കൂട്ടായ്മകൾ അത് പതിവാകണം. പരിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് കൂടുക. ഒരു ഇടവകയിലെ അംഗങ്ങൾ വിഭാഗീയതകളൊന്നും കൂടാതെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചേ. ഒരു സഭാമക്കൾ, ഒരു രൂപതയിൽ, ഒരു സന്യാസ ഭവനങ്ങൾ ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം, ശക്തമായ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപകൾ ഒഴുകും. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവർ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്, അവർ കർത്താവെ ഒരു ഏക മനസ്സോടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനങ്ങളും ഇങ്ങനെയാണ് പറഞ്ഞത്. അവരെന്താണ്? ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇത് അടുത്ത തലമുറ ഇത് പകരുകയാണ്. ഈ അഭിഷേകം പകരപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഏക മനസ്സോടെ പ്രാർത്ഥിച്ച ശിഷ്യന്മാരെന്ത് ചെയ്തു? അവർ ഏക മനസ്സോടെ ഒരുമിച്ച് കൂടുക പതിവായി തീർന്നു. അവർ ഏക മനസ്സോടെ ഒരുമിച്ച് കൂടി സോളമൻ്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് പതിവായി തീർന്നു. ഇനി അടുത്ത ഘട്ടം, അത് വ്യക്തിപരമായിട്ട് ഇവർ സുവിശേഷം പ്രസംഗിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു? അവർ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ഏക മനസ്സുണ്ടായി കഴിയുമ്പോൾ, ഈ ഐക്യത്തിൻ്റെ അരൂപി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഈ സഭയുടെ കൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കും, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കും. കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന ഈ അമ്മയോടൊപ്പം ഞാൻ ഈ ഏക മനസ്സോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്ന മാറ്റം എന്താണ്? കുടുംബത്തിൽ ഈ ഒരുമിച്ച് കൂടുന്നത് പതിവായി തീരും. ഈ ഒരുമിച്ച് കൂടുന്നവർ എന്ത് പ്രാർത്ഥിച്ചാലും 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാകുന്ന പോലെ പിന്നീട് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നവർ ഒരു സഭാശുശ്രൂഷയിലായിരിക്കോട്ടെ, ഒരു ധ്യാനകേന്ദ്രത്തിലായിക്കോട്ടെ, ഒരു കുടുംബത്തിലായിരിക്കോട്ടെ, ഒരു ഇടവകയിലായിരിക്കോട്ടെ, രൂപതയിലായിക്കോട്ടെ, പിതാവിനോട് ഐക്യപ്പെട്ട് വൈദികരും സമർപ്പിതരും ദൈവജനവും ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്താണ്? അവർ ഏക മനസ്സോടെ എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഇന്ന് ഈ 9-ാമത്തെ ദിവസത്തെ ആരാധനയിൽ സമർപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രാർത്ഥന ഇതാ, കർത്താവെ ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ, ദൈവിക നിയമങ്ങൾ ഒരുപോലെ അനുസരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നത്തെ സൽക്രിയയായിട്ട് കാഴ്ചവെക്കേണ്ടത്, സഭയ്ക്കു വേണ്ടി ഒരു നിമിഷം മുട്ടിൽമേൽ നിന്നുകൊണ്ട് സാധിക്കുന്നവർ 3 വിശ്വാസ പ്രമാണം ചൊല്ലി, കർത്താവെ ഞങ്ങളുടെ സഭയിൽ ഐക്യവും സമാധാനവും ഏക മനസ്സോടെ ദൈവിക നിയമങ്ങൾ പാലിക്കുന്ന ഒരു കൃപ ഞങ്ങളുടെ സഭയിലേക്ക് നൽകണമേ. അത് സഭയിൽ നിന്ന് വിവിധ രൂപതകളിലേക്ക്, സന്യാസ ഭവനങ്ങളിലേക്ക്, ഇടവകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക്, ശുശ്രൂഷാ തലങ്ങളിലേക്ക്, കർത്താവെ അവിടുന്ന് ദൈവിക നിയമങ്ങൾ പാലിക്കുന്ന ഒരു ഏക മനസ്സ്, ഏക മാർഗം സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സൽക്രിയയായി ഒരു 3 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ
പ്രത്യേകമായിട്ട് സുഹൃത ജപം പോലെ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെയും അമ്മയായിരിക്കണമേ. ഈശോയുടെ അമ്മേ, അമ്മ എൻ്റെയും അമ്മയായിരിക്കണമേ. അമ്മയോട് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മേ, അമ്മ എൻ്റെയും അമ്മയായിരിക്കണമേ. നമുക്ക് ആരാധനയോടെ സ്നേഹത്തോടെ ഈശോയെ സ്നേഹത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. മക്കളെ ഉണർന്നിരും നീടുവിൻ, ഉപവാസവും പ്രാർത്ഥനയും പ്രാശ്ചിത്ത ജീവിതവും നിങ്ങൾ നേടിടുവിൻ. മക്കളെ ഉണർന്നിരും നീടുവിൻ, ഉപവാസവും പ്രാർത്ഥനയും പ്രാശ്ചിത്ത ജീവിതവും നിങ്ങൾ നേടിടുവിൻ. നിങ്ങൾ നേടിടുവിൻ. ഈശോയെ ആരാധിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ ആയിരുന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോടൊത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജപമാല രാജ്ഞിയുടെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളും, ആദ്യമായി ഇതിൽ പങ്കുചേരുന്നവരും, ഈ കഴിഞ്ഞ 8 ദിവസങ്ങളായി മുടങ്ങാതെ ഈ ശുശ്രൂഷയോട് കൂടി ചേർന്ന് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി തീരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തിയിലേക്ക് നമുക്ക് വളരാം. മറിയത്തോടൊപ്പം ആരാധിക്കാം, വിശുദ്ധരോടൊപ്പം ആരാധിക്കാം, മാലാഖമാർ ചേർന്നു ആർത്തുപാടാം, സഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. മറിയത്തോടൊപ്പം ആരാധിക്കാം, വിശുദ്ധരോടൊപ്പം ആരാധിക്കാം, മാലാഖമാർ ചേർന്നു ആർത്തുപാടാം, സഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന, ആരാധന ആരാധന ജീവിക്കും ദൈവമേ ആരാധന, ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന, ആരാധന ആരാധന ജീവിക്കും ദൈവമേ ആരാധന, സ്നേഹിക്കും ദൈവമേ ആരാധന, പാലിക്കും ദൈവമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ശാന്തമായിട്ടായിരിക്കാം. നമ്മളിന്ന് ധ്യാനിച്ചത് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത്, ഏക മനസ്സോടെ ജീവിക്കുന്നത് എത്ര വിശിഷ്ടവും സുന്ദരമാണെന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കണ്ടതും അതുതന്നെയാണ്.
സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു. ഏക മനസ്സായി ദൈവിക നിയമങ്ങൾ അവർ അനുസരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം മുഴുവൻ ഏക മനസ്സോടെ ദൈവിക നിയമങ്ങൾ അനുസരിച്ചു. ദിവ്യകാരുണ്യനാഥ, നിങ്ങളുടെ സഭയിലും കുടുംബങ്ങളിലും ശുശ്രൂഷാ തലങ്ങളിലും കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും സന്യാസ സമൂഹങ്ങളിലും രൂപതകളിലുമൊക്കെ വ്യത്യസ്ത റീത്തുകളിലും ഈ ഏക മനസ്സിൻ്റെ അരൂപി വ്യാപരിക്കാൻ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ സന്തോഷമാണത് സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു. വലിയ പീഡനങ്ങളുടെ നടുവിൽ എല്ലാ രീതിയിലും വലിയ തകർച്ചകൾ സംഭവിച്ചപ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം സ്ലീഹന്മാര് ആ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുറത്തിറങ്ങാതെ ഭയന്ന് കഴിഞ്ഞിരുന്ന ശിഷ്യന്മാര് അവരും ഏക മനസ്സോടെ അമ്മയോടൊപ്പം ബലികൾ അർപ്പിച്ചും പ്രാർത്ഥനകൾ അനുഷ്ഠിച്ചും അമ്മയോടൊപ്പം ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കർത്താവ് അവരോട് അരുളി ചെയ്തത് കൽപ്പിച്ചത് പാലിച്ചുകൊണ്ട് അവർ ആ സെനക്കളിൽ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കാൻ പോകുന്ന ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്. അവർ ഈ ദൈവിക നിയമം, കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ തീരുമാനം, അവരോട് പറഞ്ഞ ആഗ്രഹം അവർ പൂർത്തീകരിക്കുകയാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്ന ഇതാണ്. ഇസ്രായേൽ ജനം മോശ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത്. സജ്ജനങ്ങളുടെ വിശുദ്ധീകരണത്തിനായി വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു. പെസഹ കുഞ്ഞാടിനെ അവർ ബലിയായി കാഴ്ചവെച്ചു. അവർ ദൈവിക നിയമങ്ങൾ പാലിച്ചു ഏക മനസ്സായി. അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യാഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു. അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? ദൈവമായ കർത്താവ് അവരുടെ ജീവിതത്തിൽ അടിമത്തത്തിൻ്റെ സമയത്ത് ഇടപെടാൻ സമയത്ത് അവരൊന്നു ചേർന്ന് ബലി അർപ്പിച്ച് ദൈവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാരും അമ്മയോടൊപ്പം ഏക മനസ്സോടെ ഇരുന്ന് ചെയ്തതാ. സദാസമയവും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, അവർ ആരാധിച്ചുകൊണ്ടിരുന്നു. ദൈവം അവർക്കൊരു ഏക മനസ്സ് നൽകി, ഏക മാർഗം നൽകി. നീ കർത്താവിനെ ആരാധിക്കുക, നീ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക, നീ ദൈവിക നിയമങ്ങൾ സ്വീകരിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. ഈ ഏക മനസ്സില്ലാത്ത അന്തഛിദ്രമുള്ള ഭവനങ്ങൾ നശിക്കും, അന്തഛിദ്രമുള്ള സഭകൾ, കൂട്ടായ്മകൾ നശിക്കും, ഭിന്നതയുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ നശിക്കും. ഇന്ന് പിശാച് പല രീതിയിൽ അതിനെ പിടിമുറുക്കിയിരിക്കുന്നത് ഈ ഭിന്നതയുടെ അനൈക്യത്തിൻ്റെ അരൂപി വിതച്ചുകൊണ്ടാണ്. അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ വേദന ഇതാ. ഇന്ന് പിശാചിൻ്റെ ഏറ്റവും വലിയ കെണികൾ ഒരുമിച്ച് ഏക മനസ്സോടെ പോയിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളിൽ ഈ അനൈക്യത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നു. ഈ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ഭിന്നതയുടെ അരൂപി കടന്നു വന്ന് ആ സ്നേഹ കൂട്ടായ്മകൾ തകരുന്നു. അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ വലിയ മാർഗങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള ഏക ഉപാധി അമ്മയോടൊപ്പം ഏക മനസ്സോടെ ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സദാസമയവും സ്തുതിക്കുക എന്നുള്ളതാണ്. വലിയ കെട്ടുകൾ അഴിയട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യാഭർത്താ ബന്ധങ്ങളിലുള്ള ഏക മനസ്സ് നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോയവർ ഈ സമയം ദൈവത്തെ ആരാധിക്കട്ടെ. ദേവാലയങ്ങളിൽ, ഇടവക ബന്ധങ്ങളിൽ ഇന്ന് സ്നേഹത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടു പോയ ഇടവകകൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കട്ടെ. ഈ സമയങ്ങളിൽ, ആരാധനയുടെ സമയങ്ങളിൽ, നിരവധി സമയങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ.
പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഏക മനസ്സോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബങ്ങളിൽ, സഭകളിൽ ഈ ഏക മനസ്സുണ്ടാകട്ടെ. പിതാക്കന്മാരെ അനുസരിക്കുവാൻ, കൂട്ടായ്മയിൽ ഒന്നുചേർന്ന് നിൽക്കുവാൻ, അനൈക്യത്തിന്റെ അരൂപി വിട്ടുമാറി ഭിന്നതയുടെ അരൂപി അഴിഞ്ഞു മാറി ദൈവത്തിന്റെ ഏക മനസ്സോടുകൂടി ഏക മാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും വിട്ടുപിരിയാത്ത കൃപയുടെ നിവർഷങ്ങളായി സഭയുടെ ശുശ്രൂഷകൾ മാറുവാൻ, ഏക മനസ്സോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ ഏക മനസ്സും ഏക ഹൃദയവും ഒരേ അരൂപിയും സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി ആരാധിക്കാം നമുക്ക്. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ അടിച്ച് സ്ലീഹന്മാരും അമ്മയും ഏക മനസ്സോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിലേക്ക് നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകത്തിന്റെ ഒരു അരൂപി ഈ കാലഘട്ടങ്ങളിൽ വലിയ പ്രതികൂലങ്ങളെ, മുമ്പിലുള്ള തടസ്സങ്ങളെ, മലകളെ മാറ്റുവാൻ, ഐക്യത്തോടെ ഒരു മനസ്സോടെ കൈകോർത്ത് പിടിക്കുവാൻ സഭാ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വൈദികരെ, സമർപ്പിതരെ, അൽമായ സമൂഹങ്ങളെ, സഭാ അധികാരികളെ, ഉന്നത അധികാരികളെ ഏക മനസ്സോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയോടൊപ്പം ഇറങ്ങി വന്ന് ഐക്യത്തിന്റെ അരൂപി ഞങ്ങളുടെ സഭയിലും കുടുംബങ്ങളിലും ശുശ്രൂഷ മേഖലകളിൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പടാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി.
ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവമേ. ഇരുകരങ്ങളും ഉയർത്തി വിളിക്കട്ടെ യേശുവേ. ഈശോയെ നോക്കി ആരാധിക്കട്ടെ, ഈശോയെ നോക്കി ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് അവിടുത്തെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് ഏക മനസ്സോടെ ഹൃദയവും മനസ്സും ശരീരവും ഇരുകരങ്ങളും എല്ലാം ഉയർത്തി കൂട്ടായ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ശുശ്രൂഷാ തലങ്ങളിലുമെല്ലാം ഈ ഐക്യത്തിൻ്റെ അരൂപി നിറയുവാൻ, ഭിന്നതകളെല്ലാം അകറ്റി ശത്രുതയും വിഭാഗീയതയും വിദ്വേഷവും വെറുപ്പുമൊക്കെ അകന്ന് ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ഹൃദയ ഐക്യം നൽകി അനുഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, ഒരു വലിയ നിയോഗം ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈശോയുടെ പക്കൽ കാഴ്ചവെക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ തന്നെ എളിമപ്പെടുത്താൻ, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കാൻ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വാശി വൈരാഗ്യങ്ങൾ വെടിയുവാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, ക്ഷമിക്കാൻ, ഈ ഏക മനസ്സ് രൂപപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവേ ഒരു ഭിന്നതയുടെ അരൂപി വിട്ടുമാറാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, അവിടുത്തെ സ്നേഹത്തിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വലിയ ഒരു ഉറപ്പിതല്ലേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന്, അവർ എന്നേക്കും ദൈവത്തെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ആ സ്ലീഹന്മാർക്ക് ലഭിച്ച ഏക മനസ്സ്, അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ സ്ലീഹന്മാര് ദൈവവചനം പ്രസംഗിക്കുവാൻ, ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുവാൻ അവർ പതിവ് പോലെ
സോളമന്റെ മണ്ഡപത്തിൽ ഏക മനസ്സോടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. അവർ ഏക മനസ്സോടെ ദൈവവചനങ്ങൾ ശ്രദ്ധിച്ചു. ഫിലിപ്പോസ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ആ സമരിയായിലുള്ള ജനം മുഴുവൻ ഏക മനസ്സോടെ ദൈവവചനങ്ങൾ ശ്രദ്ധിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്കും ഞങ്ങളുടെ സന്തതികൾക്കും ഞങ്ങളുടെ കാലശേഷം തലമുറകളിലേക്കും നന്മ വരുവാൻ എന്നേക്കും ദൈവത്തെ ഭയപ്പെടുന്നതിനായി ഒരു ഏക മനസ്സും ഏക മാർഗവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലും സഭയിലും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഇതെന്നേക്കുമായിട്ടുള്ള ഒരു ശാശ്വത ഉടമ്പടി അങ്ങ് സ്ഥാപിക്കുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്രകാരം ജീവിക്കുന്ന മക്കളെ, കുടുംബങ്ങളെ, സഭാസമൂഹങ്ങളെ നന്മ ചെയ്തതിൽ നിന്ന് ഒരിക്കലും അവിടുന്ന് പിന്തിരിയുകയില്ല എന്ന മറ്റൊരു വാഗ്ദാനം കൂടി. ഇങ്ങനെ ഏക മനസ്സോടെ ഏക മാർഗത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ സഭകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ കർത്താവ് ഒരിക്കലും പിന്തിരിഞ്ഞു നിൽക്കില്ല. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോടുള്ള ഭക്തിയിൽ അവരുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുവാൻ ഈ ദൈവഭക്തി അവിടുന്ന് ഇങ്ങനെയുള്ള മക്കൾക്ക് നിക്ഷേപിക്കും. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഒരേക മനസ്സും ഏക മാർഗവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ നീ വന്നാലുമെൻ എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ വ്യക്തി ജീവിതങ്ങളിലേക്കും, ഹൃദയങ്ങളിലേക്കും, സഭയുടെ കൂട്ടായ്മകളിലേക്ക് സ്നേഹത്തിലൊന്നായി ഒരു തിരുഹൃദയ സ്നേഹം നിറയട്ടെ ഈശോയെ. നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നിന്നിൽ ലയിച്ചിടട്ടെ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വചനം. കർത്താവ് പറയുക, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിങ്ങളുടെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. കർത്താവിനെ വിളിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിച്ച്, കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ഏക മനസ്സോടെ പോകുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് നമ്മുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇടവരുത്തും. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയുടെ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ദിവ്യകാരുണ്യ ആശീർവാദമായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധനയുടെ സ്നേഹവും അനുഭവിക്കാം. അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനുമായി 3 വിശ്വാസ പ്രമാണം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. സുകൃത ജപം. എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെയും അമ്മയായിരിക്കണമേ.